നമ്മൾ അലർജിക്കും അതുപോലെ അഡിനോയിഡിന്റെ ബുദ്ധിമുട്ടിനാണ് കുട്ടിക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്ന് പറയാം? മുന്നേ മോൾക്ക് ഏറ്റവും കൂടുതൽ എന്താ വെച്ചാൽ നല്ല കൂർക്കം വലി ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ജലദോഷം, തുമ്പല്, പിന്നെ പെട്ടെന്ന് പനി, അങ്ങനെ ഇൻഫെക്റ്റഡ് ആയിരുന്നു. പിന്നെ അത് മാറാതെയാണ് ഞാൻ സാറിന്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ബുദ്ധിമുട്ടിൽ എന്തൊക്കെ മാറ്റം ഉണ്ടായിപ്പോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് പെട്ടെന്ന് ഒരു മാറ്റം തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ കൂർക്കം വലി കുറവായി. ആ ശബ്ദമില്ല, മുന്നേ നല്ല സൗണ്ട് ആയിരുന്നു, പിന്നെ അതിന്റെ ഒരു കുറവുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഈ ജലദോഷം എഫക്റ്റ് ആവുന്നുള്ളത് അതിന്റെ ഒരു കുറവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ പനി വരിക, പെട്ടെന്ന് ത്രോട്ട് ഇൻഫെക്ഷൻ വരിക, അതിനൊക്കെ നല്ല മാറ്റം ഉണ്ടായിരുന്നു എനിക്ക്. നമ്മൾ ലാസ്റ്റ് ENT ഡോക്ടറെ കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ എന്താ പറഞ്ഞായിരുന്നു ചെക്ക് ചെയ്തിട്ട്? ഫസ്റ്റ് ചെക്ക് ചെയ്തപ്പോ ഒരു 70% അഡിനോയിഡിന്റെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ സാറിന്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഈ മെഡിസിൻ കഴിച്ചിട്ട് പിന്നെ ഒരു പ്രാവശ്യം അവിടെ പോയപ്പോ മൂക്കൊക്കെ ചെക്ക് ചെയ്തപ്പോ പറഞ്ഞത് എന്താ വെച്ചാൽ ഇപ്പൊ കുറെയൊക്കെ അഡിനോയിഡിന്റെ സോൾവ് ആയ പോലെ മൂക്കിന്റെ ആ ബൾജിങ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല എന്നാണ് സാറ് കണ്ടപ്പോ പറഞ്ഞത്. വെരി ഗുഡ്. ഇപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടല്ലോ അല്ലേ? നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അതേപോലെ ഞാൻ മാർച്ച് ഏപ്രിൽ മെയ് ഒന്നും മെഡിസിൻ ഒന്നും യൂസ് ചെയ്തില്ലെങ്കിലും ഇവൾക്ക് പെട്ടെന്ന് എഫക്റ്റ് ആയിട്ടൊന്നുമില്ല. മെഡിസിൻ ഗ്യാപ്പ് വിട്ടപ്പോഴും വലിയ കുഴപ്പമൊന്നും